പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 64-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്നത് തിരുവനന്തപുരത്തെ പുത്തുതോപ്പിൽ നിന്നുള്ള ആൻ ക്രിസ്റ്റ എന്നൊരു മകളുടെ വലിയൊരു സാക്ഷ്യമാണ്. എൻ്റെ പേര് ആൻ ക്രിസ്റ്റ, ഇതെൻ്റെ അമ്മയാണ്. ഞങ്ങൾ തിരുവനന്തപുരം പുത്തൻതോപ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഈ സാക്ഷ്യം ഞാൻ എടുക്കാൻ കാരണം ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വലിയ നേരിട്ടുള്ള വെളിപ്പെടുത്തലോ അങ്ങനെ അതുമല്ലെങ്കിൽ ദൈവപിതാവിൻ്റെ നേരിട്ടുള്ള സാമീപ്യമോ സാന്നിധ്യമോ ഇടപെടലുകളോ ഒക്കെയുള്ള സാക്ഷ്യങ്ങളാണ് ഞാൻ സാധാരണയായി ഈ ലിവിങ് ഓറക്കിൾസ് എപ്പിസോഡുകൾ എടുക്കാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു എപ്പിസോഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൻ ക്രിസ്റ്റ എന്നുള്ളതൊരു യൂത്താണ്. ആ മകളുടെ പ്രായത്തിന് അപ്പുറം വചനം ശ്രവിക്കാനുള്ള ഒരു ആന്തരിക കർണപുടത്തിൻ്റെ വലിയൊരു അഭിഷേകം സ്വീകരിച്ചൊരു മകളാണ്. നമുക്കറിയാം, നമ്മുടെ കൃപാസനത്തിലെ മരിയൻ ഉടമ്പടി ധ്യാനം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കളുടെ ഒരു നിബന്ധന, അത് ഒബ്ലിഗേഷനാണ് നിങ്ങളുടെ. അതായത് എല്ലാ ചൊവ്വാഴ്ചകളിലുമുള്ള മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ, അതായത് 11:30 മണിക്കാണ് നമ്മുടെ ഉടമ്പടി ധ്യാനം. അത് മസ്റ്റായിട്ടും അതിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത്. ഇപ്രകാരം മരിയൻ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പങ്കെടുത്ത് പ്രാർത്ഥിക്കാൻ പറയുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, അതിലൂടെ ഒരുപാട് മക്കൾക്കാണ് ഈ മരിയൻ ഉടമ്പടിയിൽ ഒരു നിയോഗം വെച്ചിട്ട് അതിനൊരു വിഷയം കാണാത്ത മക്കളുടെ ആ വിഷയങ്ങളുടെ മേൽ അവരുടെ ജീവിത നിലപാടുകൾ തിരുത്തേണ്ടതാണെങ്കിൽ ആ മേഖലയിൽ, അതുമല്ലെങ്കിൽ ദൈവത്തിന് നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടെങ്കിൽ അത് സന്ദേശത്തിലൂടെയൊക്കെ സ്ഥിരീകരണം ഉണ്ടാകുന്ന വലിയൊരു ആത്മാഭിഷേക സമയമാണ് ഈ മരിയൻ ഉടമ്പടിയുടെ ആരാധനാ സമയം എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഈ മരിയൻ ഉടമ്പടി ആരാധനയിൽ തുടർച്ചയായി പങ്കെടുക്കുന്ന മരിയൻ ഉടമ്പടിയിൽ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ്റെ ഓരോരോ ക്ലാസ്സുകളും അതുമല്ലെങ്കിൽ വചനങ്ങളും അത് ഒരു ആന്തരികമായ അഭിഷേകത്തോടു കൂടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വചനം സ്വീകരിക്കുക എന്നുള്ളത് അത് കേൾക്കുന്ന പോലെയല്ല. അതായത് കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് സുവിശേഷത്തിൽ ഈശോ വ്യക്തമാക്കുന്നത് പോലെയുള്ള ഒരു ശ്രവണ അഭിഷേകമാണത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉടമ്പടി ധ്യാനം യൂട്യൂബിൽ മാത്രം 2 ലക്ഷത്തിനടുത്ത് മക്കൾ കാണുന്നുണ്ട്. പക്ഷേ ഈ 2 ലക്ഷം പേര് വചനം ശ്രവിക്കുമ്പോൾ എത്ര പേരാണ് അതിലെ വചനങ്ങൾ സ്വാംശീകരിച്ച് ജീവിതത്തിൽ അത് വിശ്വസിച്ച് നടപ്പിൽ വരുന്നത്? അതിന് ഹെബ്രായർ 4:2 തിരുവചനം. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവരത് വിശ്വസിച്ചില്ല. അപ്പോൾ വചനം എപ്പോഴും വിശ്വസിക്കുമ്പോഴാണ് അത് ജീവിതത്തിൽ നടപ്പിൽ വരുന്നത്, വലിയൊരു സാക്ഷ്യമായിട്ട് അത് ഉയർത്തപ്പെടുന്നു. അപ്പോൾ ഈ മകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിലൂടെ നൽകുന്ന ഓരോ ബോധ്യങ്ങളും അച്ചട്ടായി മകൾ വിശ്വസിച്ച് ഈ മകളെ ഉടമ്പടിയിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്വന്തം അമ്മ തന്നെയാണ്. അമ്മ പറയുന്നുണ്ട്, ഇതെൻ്റെ ഒരു മകളുടെ ആൻ ക്രിസ്റ്റയുടെ സാക്ഷ്യം മാത്രമല്ല, ഇനിയും സാക്ഷ്യങ്ങൾ വീട്ടിലുണ്ട്, അവരില്ലാത്തത് കൊണ്ടാണ് പറയാത്തതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ അമ്മ പറഞ്ഞു കൊടുത്ത, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്ത കൃപാസന മാതാവിനെ നമ്മളിൽ പലരും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടാണ് കൃപാസന മാതാവിനെ അറിയുന്നത്. ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു ഫ്രണ്ട് വഴി കൃപാസന മാതാവിനെ പരിചയപ്പെട്ട ഒരു MBA ഗ്രാജുവേറ്റിൻ്റെ സാക്ഷ്യം ഞാൻ ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡിൽ വിശകലനം ചെയ്തിരുന്നു. അപ്പോൾ ഈ മകളുടെ മെൻറ്റർ എന്ന് പറയുന്നത് അമ്മ തന്നെയാണ്. അപ്പോൾ ഈ അമ്മ കൃപാസന മാതാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, ശക്തനായവൻ്റെ വലിയ കാര്യങ്ങൾ നീ വിശ്വസിച്ചാൽ ശക്തനായവൻ്റെ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കുമെന്ന് ഈ അമ്മ തന്നെയാണ്, അതായത് ആൻ ക്രിസ്റ്റയുടെ അമ്മ തന്നെയാണ് ഈ മകളെ പഠിപ്പിക്കുന്നത്. അത് അച്ചട്ടായി മകൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഫലം എന്ന് പറയുന്നത്, നിങ്ങൾ ഈ പിൻ ചെയ്തിരിക്കുന്ന സാക്ഷി നിങ്ങൾ മുഴുവൻ കേൾക്കണം. ഇന്ന് ആ മകൾ ഒരു ACCA അഫിലിയേറ്റാണ്, അത് നോട്ട് ബൈ മെറിറ്റ്. ആ മകൾ സാക്ഷ്യം തുടങ്ങുന്നത് ഇപ്രകാരമാണ്:
എൻ്റെ മെറിറ്റിൽ ഈ വിഷയം, അതായത് ഞാനൊരു ACC അത്ലീറ്റ് ഒരു ക്വാളിഫിക്കേഷൻ ഇട്ടോ എന്നുള്ളൊരു ഡെസിഗ്നേഷനിലോട്ട് ഞാൻ ഉയർത്തപ്പെടില്ല എന്നുള്ളൊരു എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത വന്നപ്പോഴാണ് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നത്. 2024 വർഷമാണ് ഈ മകള് എക്സാമൊക്കെ ഇങ്ങനെ എഴുതുന്ന ഒരു സമയം, കോഴ്സ് നടക്കുന്ന സമയം. അപ്പോൾ ഈ മകൾ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ മകൾ പറയുന്നുണ്ട് ഈ മകളുടെ സീനിയേഴ്സ് ഒക്കെ എക്സാമിന് പോകുമ്പോൾ SBL എന്ന് പറഞ്ഞൊരു എക്സാം ഭയങ്കര ടഫാണ്. അപ്പോൾ അത് അപ്പിയർ ചെയ്യുന്ന സീനിയേഴ്സ് പറയാറ് ആ എക്സാമിൻ്റെ ടൈം പോലും കിട്ടാറില്ലെന്ന് പറഞ്ഞു. അതായത് ആ ടൈം ലിമിറ്റിനുള്ളിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് തീർക്കാൻ സാധാരണ പിള്ളേർക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മിക്കവാറും എല്ലാവരും ഇതിന് ഫെയിലാവും. നിങ്ങൾക്കറിയാം ACC അത്ലറ്റ് ആണെങ്കിൽ സീരീസ് ഓഫ് എക്സാംസ് ഉണ്ട്. അപ്പോൾ ഈ മകള് ഇങ്ങനെ കേട്ടപ്പോൾ ഈ മകളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആന്തരിക കർണപടങ്ങളുടെ വലിയൊരു അഭിഷേകം ഈ മകൾ നേരത്തെ സ്വായത്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപാസനത്തിൽ നടത്തുന്ന മരിയൻ ഉടമ്പടിയോട് ചേർന്ന് നിൽക്കുമ്പോൾ എപ്പോഴും അച്ഛൻ എല്ലാ ധ്യാനങ്ങളും ഊന്നി പറയുന്നൊരു കാര്യം, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതൊന്നുണ്ട്. 2 ടൈം ഷോർട്ടനിങ്ങിൻ്റെ ഒരു വിഷയം ഉള്ളതുകൊണ്ട് ഈ മരിയൻ ഉടമ്പടിയിൽ സമയം തികയില്ല എന്നുള്ളൊരു വിഷയം അപ്പം തന്നെ നമുക്കത് ഇറേസ് ചെയ്ത് കളയാം. അങ്ങനൊരു ഇഷ്യൂ നമുക്ക് ഉണ്ടാവത്തില്ല. ഭീമകൾ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമായി എഴുതുന്ന പേപ്പർ SBL ആയിരുന്നു. അത് ഒരു തിയറി പേപ്പറാണ്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാം എന്നോട് പറയുമായിരുന്നു പരീക്ഷ എഴുതാൻ അവർക്ക് സമയം കിട്ടാറില്ല, പരീക്ഷ എഴുതാൻ ടൈം കിട്ടാത്ത കാരണം ഞാൻ എക്സാം ഫെയിലായി എന്നൊക്കെ എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പരീക്ഷ എഴുതി കഴിയുമോ എന്നുള്ള ഭയങ്കരമായൊരു പേടിയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, അമ്മ ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മയാണ്, അമ്മ വന്ന് എക്സാം എഴുതി തന്നാൽ ഞാൻ ഉറപ്പായും പാസ്സാവും. അതിൻ്റെ ഫലമായി ഞാൻ എക്സാം എഴുതിയപ്പോൾ 45 മിനിറ്റ്സ് മുമ്പ് ഞാൻ എക്സാം എഴുതി കഴിഞ്ഞു. അത് ശരിക്കും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ എക്സാം എഴുതി കഴിഞ്ഞ് നോക്കുമ്പോൾ ഇനിയും 45 മിനിറ്റ്സ് റിമൈനിങ് ആയിട്ടുണ്ട്. ഞാൻ നോക്കി ഞാൻ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മിസ്സായിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും എഴുതാതെ വിട്ടുപോയോ എന്ന് ഞാൻ നോക്കി. പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 45 മിനിറ്റ്സ് മുമ്പ് എന്നെ പരീക്ഷ എഴുതാൻ അനുവദിച്ചത് എൻ്റെ അമ്മ മാതാവാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു, ഞാൻ ഇത്രയും നേരത്തെ എക്സാം എഴുതി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അവർ പറയുന്ന പിന്നെ നീ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല, നീ എക്സാം തോക്കുമായിരിക്കും എന്ന് പറയും. പക്ഷെ അമ്മ മാതാവ് നല്ല മാർക്ക് നൽകി എന്നെ എക്സാം പാസ്സാക്കി. അതായത് ആ സമയ ചുരുക്കം മകൾ അപ്ലൈ ചെയ്തു. രണ്ടാമത് ഈ മകൾ പറയുന്നുണ്ട്, ഇതേപോലെ ഇങ്ങനെ കുറേ ടഫ് ടൈമിലൂടെ മകൾ കടന്നു പോകുന്നുണ്ട്. ഈ പഠനവും ജോലിയും ഒക്കെ ആയിട്ട് കടന്നു പോകുമ്പോൾ ഒരു പ്രിപ്പറേഷൻ്റെ സമയം ഒന്നും മകൾ കിട്ടുന്നില്ല. അപ്പോൾ ഈ ആൻ ക്രിസ്റ്റയുടെ അമ്മ പറയും, കൃപാസന മാതാവിനെ നീ കൂട്ടുപിടിച്ചാൽ നീ ഈ എക്സാമിന് ജയിക്കുക തന്നെ ചെയ്യും. വീണ്ടും ഈ മകള് ഇത് തന്നെ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നു. അങ്ങനെ ഈ മകൾ എക്സാംസൊക്കെ ക്ലിയറായി. വീണ്ടും ഒരു പരീക്ഷണമുണ്ട് ഈ മകൾക്ക്. അതായത് എക്സാംസൊക്കെ ക്ലിയർ ചെയ്തെങ്കിൽ നോട്ട് ബൈ മെറിറ്റിൽ ടൈം ഷോർട്ടനിങ്ങിൽ ഈ മകളുടെ കഴിവൊന്നും നോക്കാതെയാണ് പരിശുദ്ധ അമ്മ ഈ മകൾക്ക് ലിഫ്റ്റ് ചെയ്യുന്നു. ഒരു എയർ ലിഫ്റ്റ് സാക്ഷ്യമാണ്, മരിയൻ എയർ ലിഫ്റ്റ് സാക്ഷ്യമാണ്. അപ്പോൾ അങ്ങനെ ജോലിയൊന്നും ഈ മകൾക്കായില്ല. അതാണ് ഈ മകൾ ഫേസ് ചെയ്യുന്ന രണ്ടാമത്തെ ഒരു ഇഷ്യൂ. അപ്പോൾ ഈ മകൾ മാതാവിനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്ക് തന്നില്ല. അപ്പോൾ മാതാവ് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുവന്ന് ഈ മകൾ പറയുന്ന പ്രകാരമാണ് ഓഡിറ്റിൻ്റെ ഒരു 4 ടോപ്പ് കമ്പനീസിലൊന്നായ ഈവയിൽ ഈ മകൾക്ക് ജോലി കിട്ടുകയാണ്. അപ്പോൾ ഈ മരിയൻ ഉടമ്പടി എടുത്ത വഴി ഈ മകൾക്ക് ഏറ്റവും ടോപ്പ് പൊസിഷനിലോട്ടാണ് പരിശുദ്ധ അമ്മ ഈ മകളെ ഉയർത്തുന്നത്. അതായത് ചെറുപ്രായത്തിൽ വളരെ വിശ്വാസപ്രയോഗം നടത്തിയാണ് ഈ മകൾ ഈ നേട്ടം സ്വന്തമാക്കുന്നത്. ആ നേട്ടത്തിന് പിന്നിൽ ഈ സ്വന്തം അമ്മയുടെ ആ ഒരു സപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ ഈ മകൾ ഉടമ്പടിയോട് പൂർണ്ണമായിട്ട് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളീ പലർക്കും, അതുപോലെ പ്രത്യേകിച്ച് എനിക്ക് യൂത്തിനോടൊക്കെ പറയാനുള്ളത്, മരിയൻ ഉടമ്പടി ബഹുമാനപ്പെട്ട അച്ഛൻ പറയാറുണ്ട്, വവ്വാൽ കടിക്കണത് പോലെ നിങ്ങൾ കടിക്കരുത്. അതായത് ടേസ്റ്റ് നോക്കാൻ വേണ്ടി ഉടമ്പടി എടുക്കരുത്. എടുത്താൽ അത് പൂർണ്ണമായിട്ട് നമ്മൾ പാലിക്കണം. അത് ദൈവസ്നേഹത്തോടെ നിബന്ധനകൾ പാലിക്കുമ്പോഴാണ് ഈ വലിയൊരു സമയ ചുരുക്കത്തിൻ്റെ ഒരു മരിയൻ എയർ ലിഫ്റ്റിൻ്റെയൊക്കെ ഒരു ദൈവാനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാകുന്നു. ഈ മകൾ പറയുന്നുണ്ട്, പിന്നെ എൻ്റെ വീടിനടുത്തൊരു റീഹാബിലിറ്റേഷൻ സെൻ്റർ ഉണ്ട്. ഞാനും അമ്മയും കൂടെ ആയിട്ട് അവിടെ പോയി അവരുടെ കൂടെ സമയങ്ങൾ ചെലവഴിച്ച് അവരുടെ സങ്കടങ്ങളും എല്ലാം
കേട്ട് അവരെ സമാധാനിപ്പിച്ച് അവിടെയും സാമ്പത്തികമായി എന്നാൽ കഴിയുന്നത് ഞാൻ സഹായിക്കും. അവിടെ ചെല്ലുമ്പോൾ അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. പിന്നെ എനിക്ക് എൻ്റെ എക്സാം ആയതുകൊണ്ട് എനിക്ക് വേണ്ടി അവരെല്ലാം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. കാരണം ആ മക്കളെ ഈ മകൾ നേടി, അതുകൊണ്ടാണ് ആ വാക്ക് എടുത്തു പറഞ്ഞത്. കാരണം ആ ഒരു പ്രായത്തിൽ ഈ മകൾ അങ്ങനെ ഒരു കൺവിക്ഷനോട് കൂടിയിട്ട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുമായിട്ട് നല്ലൊരു ആത്മബന്ധം മകൾക്കുണ്ട്. അപ്പോൾ ഈ മക്കളെല്ലാവരും, അതായത് റീഹാബിലിറ്റേഷൻ സെൻറ്ററിലും കാരുണ്യപ്രവൃത്തി ചെയ്യാൻ പോകുന്ന സഹോദരങ്ങളെയും മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു വന്ന് മകൾ എടുത്തു പറയുന്നുണ്ട് സാക്ഷ്യത്തിൽ. അങ്ങനെ നല്ലൊരു ആ മകളുടെ പ്രായത്തിനനുസരിച്ച് ഇതൊരു മോഡൽ സാക്ഷ്യമാണ്. ഈ ഒരു സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഒരുപാട് വചനങ്ങൾ ഇങ്ങനെ കയറി വന്നു. എന്നിരുന്നാൽ തന്നെയും നിയമാവർത്തന പുസ്തകം 28-ാം അധ്യായം, അത് തുടർച്ചയായിട്ട് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു തിരുവചന ഭാഗമാണ്. അതായത് ദൈവമായ കർത്താവിൻ്റെ വചനം അത് കേട്ട്, അത് സൂക്ഷ്മതയോടെ കേട്ട് പാലിച്ച് അത് നടപ്പിൽ വരുത്തുമ്പോഴാണ് ഈ അപ്പക്കുട്ടയും മാവും ഒക്കെ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുന്ന, നീ കുഴയ്ക്കുന്ന നിൻ്റെ മാവ് എല്ലാം അനുഗ്രഹിക്കപ്പെടുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നത് സൂക്ഷ്മമായി കേട്ട് വചനം നടപ്പിൽ വരുത്തുമ്പോഴാണ്. അതാണ് ഒന്നാമതായിട്ട് എൻ്റെ മനസ്സിലോട്ട് വന്ന ചിന്ത. അത് നിയമാവർത്തനം 28:1 തിരുവചനമാണ്. നിന്റെ ദൈവമായ കർത്താവിൻ്റെ വാക്കു കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും. അതെ, നമുക്കെല്ലാവർക്കും, പ്രത്യേകിച്ച് യൂത്തൊക്കെ, നിങ്ങൾ പല കരിയറൊക്കെ ആസ്പയർ ചെയ്യുന്ന മക്കളാണ്. ഇനി യൂത്ത് അല്ലെങ്കിൽ പോലും നിങ്ങളുടെ വിവിധങ്ങളായ ഏജ് ഗ്രൂപ്പിൽ നിങ്ങൾക്കറിയാം, മറ്റുള്ളവരുമായിട്ട് നമുക്കറിയാം നല്ല കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യണം. അതായത് ജീവിതത്തിലൊരു പ്രോസ്പെരിറ്റി, അത് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്നവർക്ക് അത് നിങ്ങളുടെ അവകാശമാണ്. ഉടമ്പടി വൃത്തിയായിട്ട് പാലിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പരിശുദ്ധമ്മ അനുവദിച്ച് തരിക തന്നെ ചെയ്യും. അതാണ് ആൻ ക്രിസ്റ്റ പറയുന്നത്. ഞാൻ അമ്മയോട് ചോദിച്ചു, അതായത് എനിക്ക് മാത്രമായിട്ട് ഒരു ജോലി, നല്ലൊരു ജോലി, ACC അഫിലിയേറ്റ് എന്നൊരു ഡെസിഗ്നേഷൻ ഉണ്ടെങ്കിൽ പോലും എനിക്ക് കിട്ടുന്നില്ല. പക്ഷേ ഈ മകൾ ഉടമ്പടി വൃത്തിയായിട്ട് പാലിച്ചുകൊണ്ട് ഈ മകളുടെ അവകാശമാണ് ഈ അനുഗ്രഹം. അത് അമ്മ തക്ക സമയത്താണ് അനുവദിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞത് ഈ വചനമാണ്, നിയമാവർത്തനം 28:1. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് നിബന്ധനകൾ, അതായത് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കണം. ഈ മകള് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് ഈ മകൾക്ക് ഈ വിഷയം നടക്കുന്നത്. ടൈം ഷോർട്ടനിങ് ഉണ്ട്, മരിയൻ എയർലിഫ്റ്റ് ഉണ്ട്. അവസാനം ടോപ്പ്, അതായത് ഈ ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ കമ്പനിയിലെ ടോപ്പ് 4 ഒരു ജോലിയാണ് ഈ മകൾക്ക് ദൈവം അനുവദിച്ച് കിട്ടുന്നത്. ഈ മകൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഉടമ്പടിയിൽ നിയോഗങ്ങൾ വെക്കുമ്പോൾ ഒരു നിയോഗം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് ഇടണം. അതെന്താണ് അങ്ങനെ സ്കിപ്പ് ചെയ്ത് ഇടണമെന്ന് വെച്ചാൽ, നിങ്ങൾ ആ നിയോഗം ചിലപ്പോൾ ദൈവ തിരുസന്നിധിയിൽ ഉണർത്തിക്കാൻ ഒരു പക്ഷേ നിങ്ങൾക്ക് ആവശ്യമായിരിക്കാം. പക്ഷേ നിങ്ങൾ അതിൻ്റെ പ്രയോറിറ്റി എന്താണെന്നറിയാത്തതുകൊണ്ട് നിങ്ങളത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ വിഷയം ചിലപ്പോൾ അറിയാൻ പാടില്ലായിരിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ലത്, അത് ദൈവം അത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് വരുത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു നിയോഗം സ്കിപ്പ് ചെയ്ത് വിടണം. അത് ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുള്ളൂ, ജോസഫ് അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ അച്ഛൻ പറയുന്നതാണ്. അപ്പോൾ ഈ മകൾ ഇതേപോലെ ചെയ്തപ്പോൾ സംഭവിച്ചൊരു കാര്യം പറയുന്നുണ്ട്. ഈ മകൾ വർഷങ്ങളായിട്ട് ഒരു സൈനസൈറ്റിസ് രോഗിയാണ്. പോകും, ഇതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കും. അങ്ങനെ ഒരുപാട് വിഷമസന്ധിയിലൂടെയും മകൾക്ക് ആ ഒരു അസുഖം മകളുടെ കൂടെയുണ്ട്. അത് ഇതേപോലെ മകൾ പറയുന്നുണ്ട്, ഉടമ്പടിയിൽ ഞാൻ 6ാം നിയോഗം എഴുതാതിരുന്നപ്പോൾ പരിശുദ്ധ അമ്മയ്ക്ക് അറിയാമായിരുന്നു എൻ്റെ ഈ ഹെൽത്ത് ഇഷ്യൂ അത് എൻ്റെ എല്ലാ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെ ബാധിക്കും. അതുകൊണ്ട് പൂർണ്ണ സൗഖ്യം എനിക്ക് ആ മേഖലയിൽ കിട്ടി. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിയമാവർത്തനം 28:1. ഉടമ്പടി എടുത്താൽ പോരാ, ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും, 6 നിബന്ധനകളും അതിൻ്റെ അനുധാരികളും ക്രൈസ്തവരായ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം കൂദാശ ജീവിതം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാപ്പ് എന്നൊരു പേപ്പർ അഡീഷണൽ ആയിട്ട് തരുന്നുണ്ട്. അതായത് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻറ്റ് പേപ്പർ. നിങ്ങളുടെ കൂദാശ ജീവിതം, നിങ്ങളുടെ അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനാ ജീവിതം, ഇതൊക്കെ നിങ്ങൾ ക്രമമായിട്ട് നടത്തുന്നുണ്ടോ എന്ന് അനുദിനം നിങ്ങളെ ഒരു അസസ്മെൻറ്റ്, അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാപ്പ് പേപ്പർ എല്ലാ ദിവസവും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽസിൽ
ടു ഡു നോട്ടായിട്ടോ അല്ലെങ്കിൽ റിമൈൻഡറായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഈ മരിയൻ ഉടമ്പടി സീരിയസ് ആയിട്ട് സമീപിക്കുന്ന മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് കൂടുതൽ ഹെവി ആയിട്ടുള്ള വിഷയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 6 നിബന്ധനകൾ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. 6 നിബന്ധനകൾ മാത്രം നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ബുധൻ അല്ലെങ്കിൽ ശനി ഏതെങ്കിലും ഒരു നേരം ഉപവസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയം ഹെവി ആണെന്നുണ്ടെങ്കിൽ 2 നേരമെങ്കിലും നിങ്ങൾ ഉപവസിക്കേണ്ടി വരും. കാരുണ്യ പ്രവൃത്തികൾ അത് നിങ്ങളൊരു പക്ഷേ ധനസഹായം മാത്രം ചെയ്യുന്ന ഒരു മക്കളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾ ഹെവി ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കയ്യും മെയ്യും അനങ്ങി ചെയ്യുന്ന വലിയ വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവൃത്തികൾ ഈശോയുടെ നാമത്തിൽ കൃപാവര പ്രവൃത്തികളായിട്ട് ചെയ്യണം. അതുമല്ലെങ്കിൽ ഇപ്പോൾ പ്രേക്ഷിത പ്രവർത്തനം നിങ്ങൾ മാസത്തിൽ ഒരു 20 പത്രം വാങ്ങിച്ച് മിനിമം നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്ന സഹോദരങ്ങൾ ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാറുണ്ട്. നിങ്ങളുടെ വിഷയം ഹെവി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ പേരെ ദൈവസ്നേഹത്തോടെ ഈശോയുടെ പേരിൽ ഈശോയുടെ നാമത്തിൽ വചനം എത്തിക്കാൻ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിലൂടെ അനേകം പേരിലേക്ക് നിങ്ങൾക്ക് ഈ പ്രത്യക്ഷീകരണ സന്ദേശം, നമുക്കറിയാം ഇപ്പോൾ ടെക്നോളജി ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് മക്കളാണ് ഈ ChatGPTയും അതുപോലെ തന്നെ AI ടൂൾസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് മനോഹരമായിട്ട് തംബ്നെയിലോട് കൂടിയിട്ട് അപ്പ് ചെയ്യും. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിഷയം ഹെവി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഓർക്കണം, അത് ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന 6 നിബന്ധനകൾ കൂടാതെ അധികമായിട്ട് വിശേഷവിധിയായിട്ട് ദൈവസ്നേഹത്തോടെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെ ഈ മകള് സൂക്ഷ്മതയോട് കൂടിയിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചപ്പോഴാണ് ഈ ഒരു വലിയ മരിയൻ എയർലിഫ്റ്റ് ആ കുഞ്ഞിൻ്റെ പ്രായത്തിൽ ആ ഉയർന്ന സാലറിയോട് കൂടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഒരു ടോപ്പ് 4 കമ്പനിയിൽ തന്നെ ഈ മകൾ കയറി പറ്റിയത്, അതും അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എടുത്ത് പ്ലേസ് ചെയ്യാൻ കാരണം ഇതാണ്. ആ മകൾ ചെയ്തതെല്ലാം വൃത്തിയായിട്ടാണ്. അതായത് നിയമാവർത്തനം 28:1 അനുസരിച്ചുകൊണ്ട് ഉടമ്പടി സൂക്ഷ്മതയോടെ പാലിച്ചപ്പോഴാണ് ഈ മകളെ ദൈവപിതാവ് സാക്ഷിപീഠത്തിലേക്ക് ഉയർത്തിയത്. വീണ്ടും നമ്മൾ ഈ നിയമാവർത്തനം 28-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്. നിയമാവർത്തനം 28:12 കർത്താവ് തൻ്റെ വിശിഷ്ട ഭണ്ഡാകാരമായ ആകാശം തുറന്ന് നിന്റെ ദേശത്തെ തക്ക സമയത്ത് മഴ പെയ്ച്ച് നിന്റെ എല്ലാ പ്രയത്നങ്ങളെയും അനുഗ്രഹിക്കും. അനേകം ജനതകൾക്ക് നീ കടം കൊടുക്കും, നിനക്ക് കടം വാങ്ങേണ്ടി വരികയില്ല. കർത്താവ് നിന്നെ ജനതകളുടെ നേതാവാക്കും, നീ ആരുടെയും ആജ്ഞാനുവർത്തി ആയിരിക്കുകയില്ല. ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന നിന്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രവിച്ച് അവ ശ്രദ്ധാപൂർവം പാലിക്കുമെങ്കിൽ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകും, നിനക്ക് ഒരിക്കലും അധോഗതി ഉണ്ടാവുകയില്ല. അതായത് ഇതിൻ്റെ ചുരുക്കം ഇപ്രകാരമാണ്. മരിയൻ ഉടമ്പടി എന്നുള്ളത് ഒരു കോൺഷ്യസ്നെസ് ആണ്, ഒരു അവബോധമാണ്. അതായത് ആദ്യം ഒരു വ്യക്തിയുമായിട്ട് അബ്രാഹത്തോട് ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, നിന്റെ ദൈവമായ കർത്താവായ സർവശക്തനാണ് ഞാൻ, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധിയോടുകൂടി വ്യാപരിക്കണം. അതായത് സർവശക്തനായ ദൈവമാണ് ഞാൻ, നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം, വിശുദ്ധിയോടെ വ്യാപരിക്കണം. അതെ, മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺഷ്യസ്നെസ് ആണ്. 6 നിബന്ധനകൾ അതിങ്ങനെ മെക്കാനിക്കലായിട്ട് ചെയ്തു തീർക്കുന്നതല്ല മരിയൻ ഉടമ്പടി. ഓരോ ദിവസം ചെല്ലും തോറും മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറുമ്പോൾ കൂടുതൽ ആത്മാഭിഷേകത്തോടെ ദൈവസ്നേഹത്തോടെ ഇത് ഒരു ജീവിതചര്യയാക്കി മാറ്റുമ്പോഴാണ് ഈ ആൻ ക്രിസ്റ്റയുടെ ജീവിതത്തിൽ ആ കുഞ്ഞു പ്രായത്തിൽ ആ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള വലിയ ദൈവിക ഇടപെടലുകൾ നിങ്ങളുടെ ജീവിതത്തിലും നടക്കും. അതിന് നമുക്കറിയാം, ആ മകളെ സന്ധിച്ചത് ഞാൻ പറഞ്ഞു, ഇതേപോലെ അമ്മ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ മരിയൻ ഉടമ്പടി ആരാധനയിലൂടെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ 4 കാലങ്ങളിൽ എങ്ങനെയാണ് ഉടമ്പടി അപ്ഗ്രേഡ് ചെയ്യേണ്ടതെന്നും കൂടുതൽ അർത്ഥവത്തായ ജീവിത നിലപാടുകളിലൂടെ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സാക്ഷ്യപീഠത്തിലേക്ക് ഉയർത്തപ്പെടാൻ കഴിയുക എന്നുള്ളത് നമുക്ക് ആവശ്യത്തിന് അധികം ബോധ്യങ്ങൾ ഇതുവരെ നടത്തിയിട്ടുള്ള ഉടമ്പടി ധ്യാനത്തിലൂടെ നൽകപ്പെട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം നമുക്കും സൂക്ഷ്മതയോട് കൂടിയിട്ട് ആൻ ക്രിസ്റ്റ സമീപിച്ചതുപോലെ ഈ ഉടമ്പടി ധ്യാനത്തെ സമീപിക്കാം.
നിയമാവർത്തനം 28-ാം അധ്യായം, മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കൾ അത് മനഃപ്പാടമാക്കേണ്ട ഒരു അധ്യായമാണ്. അതായത് ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ അത് ശ്രദ്ധാപൂർവം അതുമല്ലെങ്കിൽ സൂക്ഷ്മതയോടെ പാലിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുക. ഉടമ്പടി എടുത്ത ഒരുപാട് മക്കളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് ഓൺട്രപ്രണേഴ്സ്, അതായത് ബിസിനസ് തുടങ്ങുന്ന വ്യക്തികളൊക്കെ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതായത് പരിശുദ്ധ അമ്മയുടെ നേരിട്ടുള്ള ഇടപെടൽ വഴി ഈ മക്കൾക്ക് എങ്ങനെയാണ് ഒരു മരിയൻ എയർലിഫ്റ്റ്, ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഈ മക്കൾ മറ്റുള്ള അനേകം മക്കൾക്ക് ജോലി കൊടുക്കുന്ന രീതിയിലുള്ള വലിയ തലപ്പത്തേക്കൊക്കെ ഓരോ മക്കളും ഉയർത്തപ്പെടുന്നത്. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡിൽ പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമാതാവേ, ആൻ ക്രിസ്റ്റയുടെ ഈ പ്രത്യേക ഉടമ്പടി സാക്ഷ്യത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. എപ്രകാരമാണ് ഒരു മരിയൻ എയർലിഫ്റ്റ് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക? അത് മരിയൻ ഉടമ്പടി വഴി. അതെ, ഉടമ്പടി നിബന്ധനകൾ, ദൈവമായ കർത്താവിൻ്റെ വാക്കുകൾ സൂക്ഷ്മതയോടെ ശ്രദ്ധാപൂർവം പാലിച്ചുകൊണ്ട് അത് സീരിയസ് ആയിട്ട് എടുത്തുകൊണ്ട് ജീവിതത്തിൽ നടപ്പിൽ വരുത്തുമ്പോഴാണ് വലിയ ദൈവാനുഭവങ്ങൾ ഞങ്ങൾക്കും സ്വന്തമാക്കാൻ കഴിയുക എന്ന് നീ ഈ മകളുടെ പ്രത്യേകമായ സാക്ഷ്യത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. ജോലിയില്ലാത്ത മക്കളെ, കരിയർ തകർന്നിരിക്കുന്ന മക്കളെ, കുടുംബത്തിൽ ഒരു വരുമാനമില്ലാതെ വലയുന്ന മക്കളെ പ്രത്യേകമായിട്ട് നമുക്കൊരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പഠിത്തം മുടങ്ങിപ്പോയ ഒരുപാട് മക്കളുണ്ട്. അതുമല്ലെങ്കിൽ ആരോരും സന്ധിക്കാനില്ലാതെ പഠനം പാതി വഴിയിലൊക്കെ ഉപേക്ഷിക്കേണ്ടി വന്ന മക്കളുണ്ട്. എല്ലാവരെയും പരിശുദ്ധമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥതയാൽ ദൈവപിതാവിൻ്റെ മുമ്പിൽ നമുക്കിപ്പോൾ വിട്ടുകൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ ഒരു പ്രത്യേകമായിട്ടുള്ള എപ്പിസോഡിൽ കണ്ടു പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ പ്രാർത്ഥന കൃപാവര യോഗ്യതയാൽ, കൃപാസനത്തിൽ നടന്നിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ, ഇവിടെ നടന്നിട്ടുള്ള ഓരോരോ അഖണ്ഡ ജപമാല റാലികളുടെയും അതുപോലെ തന്നെ ഓരോ പ്രാർത്ഥനാ ശുശ്രൂഷകളുടെയും യോഗ്യതയാൽ ആ മക്കൾക്ക് വലിയൊരു ജീവിത സന്ധാരണ മാർഗം നീ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം തന്നെ വിവിധങ്ങളായ ജീവിത പ്രതിസന്ധികളിലൂടെയും രോഗാവസ്ഥകളിലൂടെയും പല പല സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കൾ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രത്യേകമായിട്ട് നീ ഏറ്റെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ എടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടി വിശ്വസ്തയോടെ ഇന്ന് ഞങ്ങൾ ശ്രവിച്ചതുപോലെ സൂക്ഷ്മതയോടെ ശ്രദ്ധാപൂർവം പാലിക്കാനുള്ള വലിയൊരു ഉടമ്പടി അവബോധം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.